ഹലോ ഓൾ, ഇന്ന് നമുക്ക് ബ്രോങ്കോ പൾമണറി സെഗ്മെൻറ്റ്സ് എങ്ങനെ ഈസി ആയിട്ട് വരക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 2 ലെഗ് വരയ്ക്കുക, റൈറ്റും ലെഫ്റ്റും വരയ്ക്കുക. നമ്മൾ ലാറ്ററൽ വ്യൂവിൽ ഉള്ള ബ്രോങ്കോ പൾമണറി സെഗ്മെൻറ്റ്സ് ആണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 7th സെഗ്മെൻറ്റ് ഇതിൽ കാണാൻ കഴിയില്ല, അത് ഓവർലാപ്പ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വരക്കാം. ആദ്യം റൈറ്റ് ലെഗ് വരക്കാം. അപ്പോൾ റൈറ്റ് ലെഗ് വരക്കാൻ നമുക്ക് 3 ലെറ്റേഴ്സാണ് വേണ്ടത്. ആദ്യം വൈ, പിന്നെ ഒരു എ റൈറ്റ് സൈഡിലോട്ട്, അതായത് ഹാർട്ടിൻ്റെ സൈഡിലോട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു എ, പിന്നെ പൈ. ഇവിടെയാണ് ഹാർട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരക്കാം. ആദ്യം വൈ വരക്കാം മേലെ, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ എ വരക്കുക. എ മിഡിൽ നിന്ന് തുടങ്ങിയിട്ട് വരക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡ് എന്ത് ചെയ്യുക, ബോർഡറിലോട്ട് അവിടേക്ക് ജോയിൻ ചെയ്യാം. പിന്നെ പൈ വരക്കുക, എയുടെ അപ്പുറത്ത് പൈ വരക്കുക. അപ്പം റൈറ്റ് സൈഡിലെ ബ്രോങ്കോ പൾമണറി സെഗ്മെൻറ്റ്സ് ആയി. ലെഫ്റ്റിൽ വരയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടത് വൈ തിരിച്ചിട്ടത് വേണം, ഇൻവേർട്ടഡ് വൈ വേണം. പിന്നെ ഹാർട്ടിൻ്റെ സെൻറ്ററിലോട്ട് ഓപ്പൺ ആയിട്ടുള്ള എ വേണം, പിന്നെ ഒരു പൈ വേണം. നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം വൈ വരയ്ക്കുക ഇൻവേർട്ടഡ് ആയിട്ട്, പിന്നെ ഫുൾ ലെങ്ത്തിൽ എ വരയ്ക്കുക, പിന്നെ അതിൻ്റെ അപ്പുറത്ത് പൈ വരയ്ക്കുക. പൈ എന്ന് പറയുമ്പോൾ ഇത്ര ലെങ്ത്ത് വേണ്ട, കുറച്ച് കൂടി കുഴപ്പമില്ല. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ബ്രോങ്കോ പൾമണറി സെഗ്മെൻറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് ഓരോ സെഗ്മെൻറ്റ്സിന് നമ്പർ ചെയ്യാം. 1, ദെൻ ഫ്രം ഔട്ട്സൈഡ് പുറത്തുനിന്ന് തുടങ്ങാം 2, 3, പിന്നെ മിഡിൽ ലോബിൽ 4, 5, പിന്നെ ലോവർ ലോബ് ഇവിടെ 6, 7 സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റില്ല ലാറ്ററൽ ആസ്പെക്റ്റിൽ. പിന്നെ 8 എപ്പോഴും സെൻറ്റർ ഹാർട്ടിൻ്റെ അവിടെ നിന്ന് തുടങ്ങാം. 8, 9, 10. ഇനി ലെഫ്റ്റിൽ അതുപോലെ സെയിം 1, 2 പുറത്തുനിന്ന് 3, 4, 5. ഇത്രയാണ് അപ്പർ ലോബ് വരുന്നത് ലെഫ്റ്റിൽ. പിന്നെ ലോവർ ലോബിൽ 6, 7 ഇല്ല, പിന്നെ 8 സെൻറ്ററിൽ നിന്ന് തുടങ്ങുന്നു, 9, 10. ഇപ്പോൾ നമ്മൾ ബ്രോങ്കോ പൾമണറി സെഗ്മെൻറ്റ്സ് വരച്ചു കഴിഞ്ഞു. ഈസി ആയിട്ട് വരയ്ക്കാവുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനെ നെയിം ചെയ്യാൻ എങ്ങനെ നോക്കാം. അപ്പോൾ അതിന് നമ്മൾ അപ്പോൾ ഇതിൽ APA അപ്പർ ലോബ്, LM മിഡിൽ ലോബ്, പിന്നെ സ്മോൾ p എന്നുള്ളത് ലോവർ ലോബ്. അപ്പോൾ ഇത് 1 to 10 ഈ ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ 1 ഇത് അപ്പിക്കൽ, പോസ്റ്റീരിയർ, ഇത് ആൻറ്റീരിയർ, പിന്നെ ഇത് 4 ലാറ്ററൽ, 5 മീഡിയൽ, പിന്നെ 6 സുപ്പീരിയർ, പിന്നെ 7 മീഡിയൽ ബേസിൽ നമുക്ക് ഇതിൽ കാണില്ല, അത് 7 ആണ്. പിന്നെ ഇത് ആൻറ്റീരിയർ ബേസൽ, ലാറ്ററൽ ബേസൽ, പോസ്റ്റീരിയർ ബേസൽ, അങ്ങനെ ഓർത്താൽ മതി. പിന്നെ ലെഫ്റ്റിൽ എന്ന് പറയുമ്പോൾ ഒരു ലിംഗുലാർ എന്ന് പറയുന്ന ഒരു ടേം അതിൽ ആഡ് ആവുന്നുണ്ട്, വേറെ ഡിഫറൻസ് ഇല്ല. അപ്പം ഇത് അപ്പിക്കൽ, ഇത് പോസ്റ്റീരിയർ, ഇത് ആൻറ്റീരിയർ. പിന്നെ 4 എന്ന് പറയുമ്പോൾ സുപ്പീരിയർ ലിംഗുലാർ എന്ന് പറയും, 5 ഇൻഫീരിയർ ലിംഗുലാർ. പിന്നെ ഇത് സുപ്പീരിയർ മീഡിയൽ ബേസിൽ കാണാൻ പറ്റില്ല, പിന്നെ ആൻറ്റീരിയർ ബേസിൽ, ലാറ്ററൽ ബേസിൽ, പോസ്റ്റീരിയർ ബേസിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്രോങ്കോ പൾമണറി സെഗ്മെൻറ്റ്സ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.